ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന സഹോദരി സഹോദരങ്ങൾ, സൂമിലൂടെ സഭായോഗത്തിൽ പങ്കുകൊള്ളുന്നവർ, സഭയിലായിരിക്കുന്ന കർത്തൃദാസർ, ഏവർക്കും മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്നത്തെ ചെറിയൊരു ചിന്തയ്ക്കായിട്ട് വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10-11 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. റോമർ 6-ന്റെ 10-11. പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു, അവൻ ജീവിക്കുന്നു, ദൈവത്തിനു വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശുക്രിസ്തുവിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ പൗലോസ് നമ്മുടെ ഓരോരുത്തരുടെയും വിശുദ്ധിയെ തികച്ചുകൊണ്ട് നിത്യതയിലേക്ക് നമ്മെ ആനയിക്കുന്നു, അല്ലെങ്കിൽ നിത്യതയിലേക്ക് നമ്മെ നടത്തുവാൻ തക്ക രീതിയിൽ വചന ഭാഗങ്ങളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് നാം വായിച്ച് കേട്ടത്? നമ്മുടെ വിശുദ്ധിയെ തികയ്ക്കുക എന്നതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. അതിനായി പരിശുദ്ധാത്മാവിലൂടെ തൻ്റെ അപ്പസ്തോലന്മാരിലൂടെ ഈ വചനഭാഗങ്ങൾ ദിനം പ്രതി നാം കേട്ടുകൊണ്ടിരിക്കുന്നു. കാരണം വിശുദ്ധിയെ തികച്ച് നിത്യജീവൻ അവകാശമാക്കുക, അത് മാത്രമാണ് വിളിക്കപ്പെട്ടവരായ നമ്മുടെ ഏക ലക്ഷ്യം. അതിനായിട്ടാണ് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. വായിച്ച കുറിവാക്യത്തിൽ നാം കണ്ടു, അവൻ നമുക്ക് വേണ്ടി മരിച്ചു, അവൻ ജീവിക്കുന്നു, പിതാവിൻ്റെ ഇഷ്ടത്തിനായി അവൻ ജീവിക്കുന്നു. പ്രവാചക ഗ്രന്ഥങ്ങളിലും സങ്കീർത്തനങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ളതുപോലെ സ്ത്രീയിൽ നിന്നും അവൻ ജാതനായി 33 വർഷത്തോളം ഈ ഭൂമിയിൽ തൻ്റെ ബലഹീനമായ ശരീരത്തിൽ നമ്മെ പോലെ തന്നെ എല്ലാവിധ പരീക്ഷകളിലും അകപ്പെട്ടുകൊണ്ട് എന്നിരുന്നാലും അവൻ ജീവിച്ചു. എന്നിരുന്നാലും ഒരിക്കലും പാപം ചെയ്തില്ല. ആ മനുഷ്യനായ ആ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്നപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ നാം പരിശോധിക്കണം. എനിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ നാം ഓരോരുത്തർക്കും വേണ്ടിയാണ് ആ കാൽവരിയിലെ യാഗമാക്കി തീർക്കപ്പെട്ടത്. ഓരോ ശുശ്രൂഷകളിലും യേശു ക്രിസ്തുവിനെ ഉയർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം നാം മുന്നോട്ട് കൊണ്ട് പോയേ മതിയാകൂ. കാരണം ഈ ഭൂമിയിൽ അവൻ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് കാൽവരിയിൽ യാഗമാക്കി തീർന്നപ്പോൾ നമുക്ക് വേണ്ടിയുള്ള സകലവിധ പാപങ്ങളും അവൻ അതിൽ വഹിച്ചു. അതാണ് പറയപ്പെടുന്നത്, അവൻ നമുക്ക് വേണ്ടി മരിച്ചു, മാത്രമല്ല പിതാവിൻ്റെ സന്നിധിയിൽ ഇപ്പോഴും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഈ ലോകത്തിൽ മുഴുവൻ മനുഷ്യവംശത്തിൻ്റെയും ഏക മധ്യസ്ഥനും രക്ഷകനുമായി അവൻ സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്നും നിലകൊള്ളുന്നു. ഇത് നമുക്ക് മനസ്സിലാക്കി തന്നത് നമ്മുടെ ബുദ്ധി കൊണ്ടല്ല. 1 കൊരിന്ത്യർ ലേഖനം 2:12 വായിച്ച്, പരിശുദ്ധാത്മാവ ശക്തിയാണ് അത് നമുക്ക് വെളിപ്പെടുത്തി തന്നത്. നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിന്റെ ആത്മാവിനെയല്ല, പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവിനെയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഏക മധ്യസ്ഥനായ മനുഷ്യനായ യേശുക്രിസ്തു ദൈവസന്നിധിയിലുണ്ട് എന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നത്. കാരണം സങ്കീർത്തനത്തിൽ പറയാണ്, ലോകം
വിശുദ്ധരെന്ന് കരുതുന്നവർ നിസ്സാരന്മാരാണെന്നാണ് സങ്കീർത്തനം 16:3 പറയുന്നത്. നാം എത്രയോ മധ്യസ്ഥരെ വിവിധ മതങ്ങൾക്ക് ഉണ്ടെങ്കിലും ദൈവം വെച്ചിരിക്കുന്ന ഏക മധ്യസ്ഥൻ മനുഷ്യനായ യേശു ക്രിസ്തു തന്നെ. അവനെയാണ് നാം അനുസരിച്ച് നമ്മുടെ ഈയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അവനു വേണ്ടി നാം ജീവിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും: കഴിഞ്ഞൊരാഴ്ച കാലം എന്നെ കാത്തുപരിപാലിച്ച ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. വളരെ കരുണയോടുകൂടി ദൈവം നമ്മെ സംരക്ഷിച്ചു, അല്ലെ? കഴിഞ്ഞ ഈ വർഷവും ദൈവം നമ്മെ സംരക്ഷിച്ച് ഇവിടെ കൂട്ടിവരുത്തി. എന്നാൽ കഴിഞ്ഞൊരാഴ്ച കാലം നമ്മെ സംരക്ഷിച്ച ദൈവത്തിനു വേണ്ടി നാം എത്ര നേരം ചിന്തിച്ചിട്ടുണ്ട്? ആ വചനത്തിൽ നിന്ന് എത്ര നേരം സംസാരിച്ചിട്ടുണ്ട് അവന് വേണ്ടിയിട്ട്? എത്ര നേരം അവന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്? പ്രിയപ്പെട്ടവരെ, നാം എല്ലാ ആഴ്ചയും നാം പറയും, ഒരാഴ്ച കാലം എന്നെ കാത്തു പരിപാലിച്ചു. ദൈവം നമ്മുടെ ജഡികമായ സ്വഭാവങ്ങളോട് വിട പറഞ്ഞ് വിശുദ്ധിയെ തികയ്ക്കുവാൻ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരോടും വെളിപ്പെടുത്തുന്നു. അതിൻ്റെ 11-ാമത്തെ വാക്യം ഒന്നുകൊണ്ട് വായിച്ച കുറിവാക്യത്തിൻ്റെ 11. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശു ക്രിസ്തുവിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുന്നു. യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി ഇന്നും ശുശ്രൂഷിക്കപ്പെടേണ്ടവരാണ് നാം. അതിനെ പാപസ്വഭാവങ്ങളെ അവനോടുകൂടി സംസ്കരിക്കപ്പെട്ടു, അല്ലേ? നമ്മളൊക്കെ സ്നാനപ്പെട്ടപ്പോൾ ആ സ്നാനത്തൊട്ടിയിൽ നമ്മുടെ ജഡ ശരീരത്തെ പൂർണ്ണമായും അതിൽ സംസ്കരിച്ചുകൊണ്ട് അവനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ് പുതുക്കം പ്രാപിച്ച് പുതിയൊരു സൃഷ്ടിയായാണ് നാം ജീവിക്കുന്നത്. കാരണം ഓരോ ദിവസങ്ങളും നാം തള്ളി നീക്കുമ്പോൾ നാം ആ വിശുദ്ധിയിൽ തന്നെ തുടരുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. പലപ്പോഴും നാം ലോകരിലേക്ക് വീണുപോകുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യാക്കോബ് 4:4 വായിച്ച്. കാരണം ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവർ ദൈവത്തിന്റെ ശത്രുവാണെന്ന് വെളിപ്പെടുത്തുമ്പോൾ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, വിശ്വാസികളായ പലരും, നമ്മളെക്കാൾ നല്ല ആളുകൾ, നന്മ ചെയ്യുന്നവർ സഭയ്ക്ക് പുറത്തുള്ളവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യം തന്നെയാണ്, അങ്ങനെയുണ്ട്. വിശ്വസ്തത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിന്റെ ശത്രുവാക്കുന്നു. നാം പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഞാനൊക്കെ വർക്കിന്റെ ഇടയില് ഒരു പെട്ടിവണ്ടി ഓട്ടോറിക്ഷ സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് വിളിക്കാറുണ്ട്. ഇവിടെ പലർക്ക് ആളറിയാം, സത്യൻ എന്നാണ് പേര്. നല്ല മനുഷ്യനാണ്, നല്ല പെരുമാറ്റം. നമ്മുടെ സഭയിൽ നിന്നുള്ള സഹോദരങ്ങളെ പറ്റി നല്ല സാക്ഷ്യം ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവിടെ വന്ന് ഇടപെട്ടത് മൂലം. അതിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ളവർ സഭയ്ക്ക് പുറത്തുണ്ട്, ലോകരിലുണ്ട്. പക്ഷേ വിശുദ്ധരായി ആരെയും ലോകത്ത് നിങ്ങൾ കാണില്ല. വിശുദ്ധരെ ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവസഭയിലെ അംഗങ്ങളെയാണ്. അത് നാം മറന്നു പോകരുത്. ദൈവസഭയിൽ വിശുദ്ധരുണ്ട്, അവർക്കാണ് ലേഖനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. ലോകം വിശുദ്ധ വിളിക്കുന്നവരും നല്ലവരെന്ന് വിളിക്കുന്നവരൊക്കെ ഉണ്ടാകാം. പക്ഷേ വിശുദ്ധരെന്ന പദവി നമ്മൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നാം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിച്ചുകൊണ്ട് നമ്മുടെ വിശുദ്ധിയെ തികച്ച് നിത്യതയിലേക്ക് എത്തുവാൻ നാം ഓരോ ദിവസവും നാം പരിശോധിക്കണം. കാരണം നമ്മുടെ ചിന്തകൾ ലോകത്തിൻ്റേതുപോലെ ആണെങ്കിൽ നാം വീണുപോകുക തന്നെ ചെയ്യും. കാരണം ഒരു കാൽ ക്രിസ്തുവിലും
മറ്റേ കാൽ ലോകത്തിലും വെച്ചാണ് നാം നടക്കുന്നതെങ്കിൽ നമുക്ക് വീഴ്ച പറ്റും. നാം ദൈവത്തിനെതിരെ പിറുപിറുക്കും, ദൈവസഭയ്ക്കെതിരെ പിറുപിറുക്കും, പ്രവർത്തിക്കും, ചിന്തിക്കും. എന്താ കാരണം? നാം ക്രിസ്തുവിൽ ഉറച്ച് ഇരുകാലുകളും ക്രിസ്തുവിലായി നിൽക്കണം. ഒരു കാല് സഭയിലും മറുകാല് ലോകത്തിലുമാണെങ്കിൽ നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തുക തന്നെ ചെയ്യും. നമുക്ക് പഴയ നിയമ പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം, സംഖ്യയുടെ പുസ്തകം 11-ാമത്തെ അധ്യായം, ഒന്നെടുത്തേ, സംഖ്യ 11, അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. കർത്താവിനെ അനിഷ്ടമാകത്തക്ക വിധം ജനം പിറുപിറുത്തു. അത് കേട്ടപ്പോൾ കർത്താവിന്റെ കോപം ജ്വലിച്ചു. അവിടുത്തെ അഗ്നി അവരുടെ ഇടയിൽ പടർന്നു കത്തി. അത് പാളയത്തിന്റെ ചില ഭാഗങ്ങൾ ദഹിപ്പിച്ചു കളഞ്ഞു. 4 ഇസ്രായേലരുടെ ഇടയിൽ ഉണ്ടായിരുന്ന അന്യവർഗക്കാർ ദുരാഗ്രഹങ്ങൾക്ക് അടിമകളായി. ഇസ്രായേലരും സങ്കടം പറച്ചിൽ തുടർന്നു. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലരുടെ ഇടയിൽ അന്യവർഗക്കാർ അല്ലെങ്കിൽ അന്യജാതികൾ ദൈവത്തിനെതിരെ പിറുപിറുത്തു. അവർ ദുരാഗ്രഹങ്ങൾ കടിമകളായി. പ്രിയപ്പെട്ടവരെ, നാം ലോകത്തോട് ചേർന്ന് നടക്കുന്നുവെങ്കിൽ നാമും ദൈവത്തെയും സഭയെയും ഉപദേശങ്ങളെയും നാം തൃണവൽക്കരിക്കും, അല്ലെങ്കിൽ അതിനെതിരെ നാം ചിന്തിക്കും, സംസാരിക്കും, പ്രവർത്തിക്കും. നമ്മുടെ വിശുദ്ധി എവിടെ എത്തി നിൽക്കുന്നു നാം പരിശോധിക്കണം. നാം ക്രിസ്തുവിനോടുകൂടെ സംസ്കരിക്കപ്പെട്ട് അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് വിശുദ്ധരിടുന്ന പദവി നാം സ്വീകരിച്ച് ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കപ്പെടേണ്ടവരാണെന്ന കാര്യം മറന്ന് നാം ലോകരിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ നമ്മുടെ നിത്യത നമുക്ക് നഷ്ടപ്പെടും. ഇവിടെ അവർക്കിടയിൽ ജാതികൾ ഉണ്ടായിരുന്നതിനാൽ അവർ ദുരാഗ്രഹികളായി. വചനം പറയാണ്, ഇസ്രായേലിലും സങ്കടം പറച്ചിൽ തുടർന്നു. അവരെ കണ്ട് നാമും അത് ചെയ്യാൻ ഇടവരുമെന്നാണ് ദൈവജനം ഓർമ്മിപ്പിക്കുന്നത്. അതിൻ്റെ 33-ാമത്തെ വാക്യം വായിച്ച്. കാരണം ഇതെല്ലാം പിറുപിറുത്തിരുന്നത് അവർക്ക് ലഭിച്ചിരുന്നത് പോരാ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സുഖസൗകര്യങ്ങൾ, നമ്മുടെ ജോലികൾ, നമ്മുടെ ഭക്ഷണങ്ങൾ, ഇതെല്ലാം ഇപ്പോഴും ദൈവം അനുവദിച്ചിട്ടുള്ളതാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നാം ദൈവത്തിൽ നിന്നും ചോദിച്ച് ബലപ്രയോഗത്തിലൂടെ, അല്ലെങ്കിൽ പറയില്ലേ, കരയുന്ന കുട്ടിക്ക് പാലുള്ളെന്ന് പറഞ്ഞ മാതിരി നാം ചോദിച്ച് ചോദിച്ച് നിൽക്കുമ്പോൾ ദൈവം അത് നമുക്ക് തരുന്നുണ്ടെങ്കിൽ അത് നല്ല മനസ്സോടെ ആയിരിക്കില്ല. നാം ദൈവത്തിന്റെ കരത്തിൻ കീഴിൽ എളിമയോടെ താഴ്ന്നിരിക്കുമ്പോൾ ആവശ്യമായതെല്ലാം തക്ക സമയത്ത് ദൈവം നമുക്ക് നൽകും. 33-ാമത്തെ വാക്യം വായിച്ചു. എന്നാൽ ഇറച്ചി ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ കോപം ജനത്തിനെതിരെ ആളിക്കത്തി. ഒരു മഹാമാരി അയച്ച് അവിടുന്ന് അവരെ ശിക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ജാതികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇതിനായി നാം പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഈ മേഖലയിലൂടെ നാം സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ നാം വലിയ വില കൊടുക്കേണ്ടി വരും. ഇന്ന് പാട്ടിൽ കേട്ടതുപോലെ വിശുദ്ധിയെ തികച്ച് നമുക്ക് ഒരുങ്ങി നിൽക്കാം. വരുവാനുള്ളവൻ വരിക തന്നെ ചെയ്യും. ഈ വചനഭാഗത്തെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ലീജ സഹോദരന്റെ അമ്മയുടെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് ഒത്തിരി ഗാനങ്ങൾ അവിടെ ചേർന്ന് പാടാൻ ഇടവന്നു. അതിൽ 2 ഈരടികളാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടിയെത്തിയത്. കാരണം എനിക്ക് വേണ്ടി ക്രിസ്തു കുരിശിൽ മരിച്ചു. നമുക്കെല്ലാവരും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ ക്രിസ്തുവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ആ പാട്ടിൽ കേട്ട ഈരടികൾ ഇങ്ങനെയായിരുന്നു. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. അതിൻ്റെ 2 ഈരടികളോട്
ചേർന്ന് തന്നു നിൻ കൃപാദാനം ഇന്നും ജീവിച്ചിടുവാൻ, തന്നു നിൻ കൃപാദാനം ഇന്നും ജീവിച്ചിടുവാൻ, നിന്നാത്മശക്തിയാലെ നിത്യം വസിച്ചിട, നിന്നാത്മശക്തിയാലെ നിത്യം നടത്തിയിടണം. ഈ ഇരടികൾ കടന്നു വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, അന്നേ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ. കാരണം കേവലം 4 വയസ്സായിരുന്ന സമയത്ത് മരിച്ചു പോകേണ്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ. നേഴ്സറിയിൽ പഠിക്കുന്ന ആ സമയത്ത് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ കണ്ട ഏറ്റവും വലിയൊരു മേജർ ഓപ്പറേഷൻ എനിക്ക് ചെയ്യേണ്ടി വന്നു എൻ്റെ ശരീരത്തിൽ. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ പൈപ്പ് തുറന്നിട്ടിട്ട്, നേഴ്സറിയിൽ പഠിക്കുമ്പോൾ പൈപ്പ് തുറന്ന് വെള്ളം ഒരുപാട് നഷ്ടപ്പെട്ടു, ടാങ്ക് നിറഞ്ഞിട്ട്. അത് അടയ്ക്കാൻ പറ്റാതെ ഞാൻ പേടിച്ച് നിലവിളിച്ചു. നിലവിളിച്ചതിൻ്റെ ഫലമായി ഒരുപാട് നേരം നിന്ന് കരഞ്ഞിട്ടാണ് സിസ്റ്റർ വന്ന് എന്നെ കണ്ടത്. എനിക്ക് കരച്ചിലിൻ്റെ ആക്കം കൂടിയപ്പോൾ എക്കിള് വന്നിട്ട് ഇങ്ങനെ വലി വന്നു. അത് നിന്നില്ല. വീട്ടിൽ വിവരം അറിയിച്ച് അപ്പച്ചൻ വന്ന് എത്രയും പെട്ടെന്ന് കാറിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മരിച്ചു പോകുമായിരുന്ന എന്നെ അവിടുത്തെ അന്നത്തെ എടംവാല ഡോക്ടർ, ജൂബിലിയിലത്തെ ഏറ്റവും വലിയ ഹെഡായിരുന്നു, പുള്ളി ഉടനടി സർജറിക്ക് വിധേയമാക്കിക്കൊണ്ട് ഇവിടെ നിന്നും പുറകുവശം വരെ ശരീരത്തെ പൊളിച്ചു വെച്ച് ഒരു മേജർ ഓപ്പറേഷൻ ചെയ്തു. കാരണം ഡയഫ്രം ലങ്സും കൂട്ടിമുട്ടി എന്നാണ് ഡോക്ടർമാർ അന്ന് പറഞ്ഞു കേട്ടത്. നമ്മുടെ കൊച്ചു കുട്ടികളായാലും ഒരുപാട് നേരം ഇങ്ങനെ വലിപ്പിക്കരുത് കരയുന്നുണ്ടെങ്കിൽ, ഇത് സംഭവിക്കാനിടയുണ്ട്. എനിക്ക് ഭയപ്പെട്ടിട്ടാണ് അത് വന്നത്. വെള്ളം പോകുന്നു, വഴക്ക് പറയുമോ എന്നൊക്കെ. പക്ഷേ ഈ സംഭവം അന്ന് ലിജുവിൻ്റെ അമ്മച്ചിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ വചനവുമായി ചിന്തിക്കുമ്പോഴൊക്കെ ഈരടികൾ ഹൃദയത്തിലേക്ക് എപ്പോഴും കടന്നു വരും. അന്നേ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ. ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് ദൈവത്തിന് സാക്ഷ്യമായി ജീവിക്കുവാൻ, അല്ലെങ്കിൽ ഈ സത്യം തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ എനിക്ക് സാധിക്കുമായിരുന്നു. അതിനാൽ ദൈവം യുഗങ്ങൾക്ക് മുമ്പ് തന്നെ ആ വിളിയിൽ എന്നെയും ഉൾപ്പെടുത്തി. ജീവിക്കുന്ന ദൈവത്തെ മറ്റുള്ളവരുടെ മുന്നിൽ ഉയർത്തുക, അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. കാരണം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരം അപകടങ്ങൾ, വന്യജീവികളിൽ നിന്ന്, വാഹനാപകടങ്ങളിൽ നിന്ന്, വീഴ്ചകളിൽ നിന്നെല്ലാം ദൈവം സംരക്ഷിച്ച് ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. അതിനോർത്താൽ മാത്രം മതി. നാം ജഡ സ്വഭാവത്തെ വിട്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ അത് മാത്രം ആലോചിച്ചാൽ മതി. റോമാലേഖനം 8:13 വായിച്ചു. ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹരിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. ജഡികരായാണ് നാം ജീവിക്കുന്നതെങ്കിൽ, ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ലോകത്തിന്റെ പിന്നിൽ, ലോകത്തിന്റെ ഇമ്പത്തിൽ നാം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ട് പോകുന്നുവെങ്കിൽ തീർച്ചയായും നാം മരിക്കും. ഒരു കയർ കൊണ്ട് അല്ലെങ്കിൽ ഒരു തുണി കൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം കെട്ടി നിർത്തിയാൽ അവിടേക്കുള്ള രക്തയോട്ടം നിലയ്ക്കും. തൽഫലമായി അവിടെ സ്പർശിച്ചു നോക്കിയാൽ ഒരു മരവിപ്പ്, ഒരു തണുപ്പ് നമുക്ക് അനുഭവപ്പെടും. നമ്മുടെ ജഡശരീരത്തെ ഇതുപോലെ മരിപ്പിക്കണം. വചനം കൊണ്ട് കെട്ടി നിർത്തിക്കൊണ്ട് ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്താതെ നാം ജീവിച്ചേ മതിയാകൂ. അല്ലെങ്കിൽ നമ്മുടെ നാശം നാം ദൈവത്തിൽ നിന്ന് നാം എരന്നുവാകുന്ന അവസ്ഥയിലേക്ക് എത്തും. പലപ്പോഴും നാം വീണു പോകാറുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഏക മധ്യസ്ഥനായി മനുഷ്യനായ യേശു ക്രിസ്തു നിലകൊള്ളുമ്പോൾ പലപ്പോഴായും നമ്മിലേക്ക് കടന്നു വരുന്ന പ്രലോഭനങ്ങളിൽ നിന്ന് നാം മുക്തി നേടിക്കൊണ്ട് ആ വിശുദ്ധിയിലേക്ക്, തേജസ്സിൽ നിന്നും തേജസ്സിലേക്ക് അല്പമായി നാം നടങ്ങുകയാണെങ്കിൽ, ആ അന്ത്യത്തിലാണ് കാഹളം ധ്വനിക്കുന്നതെങ്കിൽ നിശ്ചയമായും നാം ആ ലക്ഷ്യത്തിലേക്ക് എത്തപ്പെടും. അതിനുവേണ്ടി നാം ലോകത്തിൻ്റെ പിൻപേ പോകാതെ
ഒരു കാൽ ദൈവസഭയിലും മറുകാൽ ലോകത്തിലും വെച്ച് നടക്കുമ്പോൾ നാം ശ്രദ്ധിക്കണം. ദൈവം അങ്ങനെ ഉള്ളവരുടെ സൽപ്രവർത്തികൾ ദൈവം അംഗീകരിക്കുക മാത്രമല്ല, അനീതി പ്രവർത്തിക്കുന്നവരായി നമ്മെ ദൈവം എണ്ണുകയും ചെയ്യും. ജഡത്തിൽ നമുക്ക് എന്തും ചെയ്യാം, പ്രസംഗിക്കാം, പാട്ടുപാടാം, പല ശുശ്രൂഷകളും ചെയ്യാം. പക്ഷേ അത് ദൈവം അംഗീകരിക്കണമെങ്കിൽ നാം ഇരുകാലുകളും ക്രിസ്തുവിൽ വെച്ച് ക്രിസ്തുവെന്ന പാറമേൽ നിന്നുകൊണ്ട് നാം മുന്നോട്ട് പോകണം. എന്നാലാണ് അത് ദൈവം ഏറ്റെടുക്കുകയുള്ളൂ. ഞാൻ ദൈവസന്നിധിയിൽ അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ദൈവം അത് അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ വിശുദ്ധിയിലാണോ ദൈവത്തെ ആരാധിക്കുന്നത്, പ്രീതിപ്പെടുത്തേണ്ടത്? എൻ്റെ സ്നാനത്താൽ ആ പഴയ ജഡിക സ്വഭാവത്തെ അതിനവിടെ അടക്കി വെച്ചിട്ട് പുതുജീവൻ പ്രാപിച്ച് നാം മുന്നേറണമെങ്കിൽ ആ സ്നാനമെന്ന ദൈവസഭയുടെ 7 അടിസ്ഥാനങ്ങളിൽ തൂണുകളിൽ ഒന്നായ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഉറച്ചു വിശ്വസിച്ച് നാം എഴുന്നേൽക്കണം. സ്നാനപ്പെടുത്തുന്ന വ്യക്തിയുടെ മഹാത്മ്യമല്ല, ദൈവം ആക്കി വെച്ചിരിക്കുന്ന വ്യക്തിയുടെ കരത്തിന്മേൽ പിതാവായി ദൈവത്തിന്റെ കരം ചേർത്ത് വെച്ചുകൊണ്ട് ആ ശുശ്രൂഷ നാം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ നിത്യതയ്ക്ക് നാം ഒരുങ്ങുകയാണെന്ന് നാം മറക്കരുത്. ലോകത്ത് പല വ്യക്തികളും പലരുണ്ടാകാം, പക്ഷേ വിശുദ്ധന്മാരെ ദൈവം കൂട്ടിവെച്ചിട്ടുള്ളത് ദൈവസഭയ്ക്കകത്താണ്. അത് നാം മറന്നു പോകരുത്. പഴയ നിയമ പുസ്തകത്തിൽ നിന്ന് 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 2:12 ഒന്ന് വായിക്കാം. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം. ഏലിയുടെ പുത്രന്മാർ ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഏലി പ്രവാചകന്റെ പുത്രന്മാരെ കുറിച്ചാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമുക്ക് കഴിഞ്ഞ 2 തവണ ശുശ്രൂഷയ്ക്ക് മുന്നാണ് ഈ ഒരു ഭാഗത്തൂടെ നമുക്ക് കടന്നു പോകാണ്ടായി. അതിൻ്റെ 3:29 വായിച്ച 2:12 നാം വായിച്ചത്. മുഴുവൻ വായിക്കണ്ട, 3:29 ഒന്ന് വായിക്കും. 2:29 വായിച്ചേ. എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് അർപ്പിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ള ബലികളെയും കാഴ്ചകളെയും നീ ആർത്തിയോടെ നോക്കുന്നത്? നിങ്ങൾ എന്റെ ജനം എനിക്ക് അർപ്പിക്കുന്ന സകല ബലികളുടെയും വിശിഷ്ട ഭാഗം തിന്നുകൊഴുത്തു. എന്നേക്കാൾ കൂടുതൽ നിന്റെ മക്കളെ നീ ബഹുമാനിക്കുന്നതെന്ത്? പ്രൈസ് ദി ലോർഡ്. ദൈവത്തെക്കാൾ ഉപരി ഏലി പ്രവാചകനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മക്കളെ പറ്റിയാണ് പറയപ്പെടുന്നത്. നമ്മെ സംബന്ധിച്ച് ദൈവത്തെക്കാൾ ഉപരി നാം എന്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? നമ്മുടെ ബന്ധുമിത്രാദികൾ, ലോകർ, നമ്മുടേതായ ജഡസ്വഭാവങ്ങൾ. പ്രിയപ്പെട്ടവരെ, വിടേണ്ടതിനെ വിട്ടിട്ട് ജോഷുവ നടന്നപ്പോൾ ദൈവം ജോഷുവയുടെ കൂടെ ആയിരുന്നു. അതാണ് ദൈവം ഇന്നും നമ്മോട് പറയുന്നത്. ഏലിക്ക് ദൈവത്തെക്കാൾ അല്ലെങ്കിൽ സ്വന്തം മക്കളെ ദൈവഹിതത്തിന് ചേർന്ന വിധം നടത്തുവാൻ സാധിച്ചില്ല. അതിനൊരു വാക്യം കൂടി നമുക്ക് വായിക്കാം. 4:1 വായിച്ചേ. സാമുവലിന്റെ വാക്ക് ഇസ്രായേൽ മുഴുവൻ ആദരിച്ചു. അക്കാലത്ത് ഫിലിസ്ത്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നു. ഇസ്രായേലും അവരെ നേരിടാൻ സന്നദ്ധമായി. ഇസ്രായേൽ എബനേസറിലും ഫിലിസ്ത്യർ അഫെക്കിലും പാളയമടിച്ചു. അങ്ങനെ അവർ ഷീലോയിലേക്ക് ആളയച്ച് കെരൂബുകളുടെ മേൽ എഴുന്നള്ളിയിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നു. പേടകത്തോടൊപ്പം ഏലിയുടെ പുത്രന്മാരായ ഹൊഫ്നിയും ഫിനെഹാസും ഉണ്ടായിരുന്നു. കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്തു വിളിച്ചു. ഇസ്രായേൽ ജനം ചിന്തിച്ചപ്പോൾ കർത്താവിന്റെ പേടകം അവരുടെ കയ്യിലില്ലായിരുന്നു. അത് അവിടെ എത്തിച്ചുകൊണ്ട് ദൈവം നമ്മുടെ കൂടെയാണെന്ന് അവർ ചിന്തിച്ച് ഫിലിസ്തീനുമായി യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടു.
അവിടെ സംഭവിച്ചത്, ആ പെട്ടകത്തോടൊപ്പം ഏലിയുടെ 2 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ 4:6 വായിച്ച്. ആ ശബ്ദം ഫിലിസ്ത്യർ കേട്ടു. ഹെബ്രായരുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ ഉഗ്രാട്ടഹാസത്തിന്റെ സൂചന എന്തെന്ന് അവർ തിരക്കി. കർത്താവിന്റെ പേടകം കൂടാരത്തിലെത്തിയെന്ന് അവർ മനസ്സിലാക്കി. ഫിലിസ്ത്യർ ഭയചകിതരായി. കാരണം ദൈവം അവരുടെ കൂടെയാണെന്ന് അവർ വിശ്വസിച്ചു. പക്ഷെ അവർ എന്ത് ചെയ്തു? അവരോട് പറഞ്ഞു, നമ്മൾ ശക്തമായി ഇസ്രായേലുമായി യുദ്ധത്തിന് ഇറങ്ങണം. അവരിറങ്ങി. ഇസ്രായേലിന് വലിയ നാശനഷ്ടം സംഭവിച്ചു. യുദ്ധകളത്തിൽ വെച്ച് തന്നെ 4000-ഓളം പേർ കൊല്ലപ്പെട്ടു. അതിന്റെ ഒരു വാക്യം കൂടി വായിക്കാം. 11 വായിച്ച 4:11. ദൈവത്തിന്റെ പേടകം ശത്രുക്കൾ കൈവശപ്പെടുത്തി. ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും വധിക്കപ്പെട്ടു. പ്രൈസ് ലോർഡ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഏലി പ്രവാചകന്റെ മക്കൾ, അവർ നേരത്തെ കേട്ടതുപോലെ ദുഷ്ടരും ദൈവത്തിനെ നിന്ദിക്കുന്നവരുമായിരുന്നു. അവർ അവരുടെ ജഡത്തിൽ, അവരുടെ ജഡിക സുഖത്തിൽ ദൈവത്തിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തി അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ ജീവിച്ചുകൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ, ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ അവർ തീരുമാനിച്ചു. പക്ഷെ ദൈവം വിശുദ്ധി കൂടാതെ എന്നെ പ്രീതിപ്പെടുത്തുവാൻ, എന്നെ മഹത്വപ്പെടുത്തുവാൻ സാധ്യമല്ലെന്ന് അവിടെ വെളിപ്പെടുത്തി. ആ പേടകം കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അവർ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ദൈവസഭയിലായിരുന്നാലും വിശുദ്ധിയോടുകൂടി ദൈവത്തെ സമീപിക്കണം. നമുക്ക് കുറവുകളുണ്ടാവാം. ഒരു ഏറ്റുപറച്ചിൽ നടത്തി നിർമ്മല മനസാക്ഷിയോടുകൂടി ദൈവത്തെ സമീപിക്കുമ്പോൾ ദൈവം നമ്മുടെ നിത്യതയ്ക്കായിട്ട് ഉള്ള കാര്യങ്ങൾ നമുക്കും ചെയ്തു തരും. കാരണം അല്ലെങ്കിൽ ദൈവം ചെയ്യും, നമ്മുടെ ഹൃദയങ്ങളെ കഠിനമാക്കി കൊണ്ടുവരും. കഠിനമാക്കി ആ ദൈവവചനം ഉള്ളിൽ കയറാത്ത വിധം ലോകരുമായി ചേരുവാൻ തക്ക രീതിയിൽ ദൈവമാണ് ഇടവരുത്തുന്നത്. നമുക്ക് ഈ ലോകത്തിൽ നിന്ന് ഓടിപ്പോകാൻ പറ്റില്ല. പക്ഷെ എന്തുവാ ചെയ്യാം? അവരിൽ നിന്ന് മാറി നിന്ന് ദൈവത്തെ പ്രീതിപ്പെടുത്തി വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ആ പെട്ടകത്തിന്റെ കൂടെയായിരുന്നവർ, പക്ഷെ അവരെന്ത് ചെയ്തു? യുദ്ധത്തില് കൊല്ലപ്പെട്ടു. കാരണം അത് ദൈവത്തിന്റെ ഒരു നിശ്ചയമായിരുന്നു. തനിക്കെതിരെ മറുതലിച്ചു നിൽക്കുന്നവരെ ദൈവം ശിക്ഷിക്കുക തന്നെ ചെയ്യും. അതിനെന്ത് വേണം? പൂർണ്ണമായൊരു മാനസാന്തരം ദൈവമേ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. ഓരോ ശുശ്രൂഷകളിലും പരിശുദ്ധാത്മാവ് എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മൾ 6-ാം അധ്യായത്തിന്റെ അവസാന വാക്യം വായിച്ച്, റോമർ 6:22 വാക്യം വായിക്കും. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിന്റെ അവസാനം നിത്യജീവനുമാണ്. പാപത്തിന്റെ വേദന മരണമാണ്. ദൈവത്തിന്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴിയുള്ള നിത്യജീവൻ. അവൻ നമ്മൾക്ക് വേണ്ടി മുഴുവൻ പാപങ്ങളും വഹിച്ച് കുരിശിൽ മരിച്ച് പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഇന്നും അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നാം പാപസ്വഭാവങ്ങളെ വിട്ട് നാം ക്രിസ്തുവിന് വേണ്ടി നിലകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മീയ യാത്ര ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ ദൈവം ഇടവരുത്തും. അതിന് വിശുദ്ധിയോടുകൂടി ദൈവത്തെ സമീപിക്കണം. ബലഹീനതകളും കുറവുകളും എല്ലാവർക്കുമുണ്ട്, എനിക്കുമുണ്ട്. പക്ഷേ അതിൽ വീണ് സ്വയം ന്യായീകരിക്കാതെ ക്രിസ്തുവിനോട് ചേരുവാൻ തക്ക രീതിയിൽ എന്നിൽ എന്തെല്ലാമാണ് മാറ്റിവെക്കേണ്ടത്, അതിനൊരു ചെത്തലിന് നാം ഇരുന്നു കൊടുക്കണം ദൈവസന്നിധിയിൽ. ദൈവം അതാണ് ഈ 2023 നമ്മൾ ദൈവത്തിന് വേണ്ടി എന്ത് പ്രവർത്തിച്ചു, എന്ത് സംസാരിച്ചു, എന്ത് ചിന്തിച്ചു. ഇനിയുള്ള നാളുകളിൽ, ഇനിയുള്ള ദിവസങ്ങളിൽ, മണിക്കൂറുകളിൽ
ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായി തീരും. അന്നേ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ ഈ നിത്യ സൗഭാഗ്യത്തിലേക്ക്, ഈ വിശുദ്ധരുടെ കൂട്ടത്തിലേക്ക് ഞാൻ എത്തുമായിരുന്നില്ല എന്ന് നാം ഓരോരുത്തരും ഓർക്കണം. അത്രമാത്രം കാരുണ്യം ദൈവം നമ്മോട് കാണിച്ചിട്ടുണ്ട്, ഇല്ലേ? അത് മാത്രം ആലോചിച്ചാൽ മതി. ആ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുവാൻ, നിർമ്മല മനസാക്ഷിയോടുകൂടി ദൈവസന്നിധിയിൽ വ്യാപരിക്കുവാൻ ദൈവം ഇടയാകട്ടെ. കാരണം ആ 2 സഹോദരങ്ങൾ, ഏലിയുടെ മക്കൾ മരണപ്പെട്ടത് ദൈവത്തിൻ്റെ സന്നിധി കൂടെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നപ്പോഴാണ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. നാം നമ്മുടെ ജഡ സ്വഭാവത്തിൽ, ജഡികതയിൽ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ മത്തായി സുവിശേഷം 7:23 വായിച്ചേ. അത് വായിക്കുമ്പോൾ കാണാം, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുകയില്ല എന്നവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ്. ഇത്തരം പ്രവൃത്തികൾ അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുക. ദൈവം ജഡികതയിൽ അല്ലെങ്കിൽ വിശുദ്ധി കൂടാതെ നാം ദൈവസന്നിധിയിൽ ശുശ്രൂഷിക്കുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ ദൈവം അനീതി പ്രവൃത്തിയായി എണ്ണപ്പെടുന്ന ദിവസങ്ങളായി തീരും. നാം ഈ സഭയിലായിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സഭയിൽ നാം അംഗങ്ങളാണെങ്കിൽ അകത്തെ പ്രമാണങ്ങൾ പാലിച്ചു നിൽക്കുവാൻ നാം എല്ലായ്പ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. അല്ലാതെ ഒരു കാൽ ദൈവസഭയിലും മറുകാൽ ലോകത്തിലും വെച്ച് നാം നടന്നാൽ നാശം. ദൈവം പറയും, അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. അതുകൊണ്ട് ഈ ഒരു വർഷം നമ്മിൽ നിന്നും വിട്ടുപോയിരിക്കുന്നു. ഇനിയുള്ള ജീവിതം ആ ക്രിസ്തുവിന് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ പ്രഘോഷിക്കപ്പെടുവാൻ, വിശുദ്ധിയോടുകൂടി ചെയ്തെടുക്കുവാൻ തക്ക രീതിയിൽ കൃപ തരണമേ, അടിയനെയും അതിൽ ചേർക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഇനിയുള്ള ജീവിതമെങ്കിലും ആ ക്രിസ്തുവിന് വേണ്ടി നിലകൊണ്ട് മുന്നേറുവാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.